ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ സാജിറ്റേറിയസിന് വേണ്ടിയിട്ട് കറണ്ട് ഫീലിങ്സിൻ്റെ റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാവർക്കും എല്ലാ മെസ്സേജസ് ചിലപ്പോൾ റെസനേറ്റ് ആവില്ല. റെസനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോസിനെ കമൻറ്റ് ചെയ്യുക. വീഡിയോസിൽ ഇത് ചെയ്യുമ്പോഴാണ് എനിക്ക് നിങ്ങളുടെ എനർജി ടാപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. എനർജി ടാപ്പ് ചെയ്യുമ്പോഴാണ് ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് വീഡിയോസ് റെസനേറ്റ് ആവുക. അപ്പോൾ ഇത് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ്, ലൈക്ക്, കോമെൻറ്റ്. അതല്ലാണ്ട് പേഴ്സണലായിട്ട് റീഡിംഗ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യണം വെച്ചാൽ ബുക്കിംഗ്സ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം. എൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്, പക്ഷേ അത് നിങ്ങളുടെ എനർജി, നിങ്ങളുടെ സിറ്റുവേഷനിലാണ് ബേസ്ഡ് ഈ റീഡിങ്സ് ഉണ്ടാവുക. അപ്പോൾ ബുക്ക് ചെയ്യുക ആൻഡ് എന്നെ കോൺടാക്റ്റ് ചെയ്യുക. നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുമ്പോൾ ഞാൻ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് അയച്ചു തരും. അതല്ലാണ്ട് എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ ഞാൻ കുറേ ആക്റ്റീവാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ തന്നെ അവിടെയും ഫോളോ ചെയ്യാം. ഇൻസ്റ്റഗ്രാമിൻ്റെ ഹാൻഡിൽ മുകളിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇൻസ്റ്റഗ്രാമിൽ വേറെ തരത്തിലാണ് വീഡിയോസ് ഇടാറ്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് എക്സ്ട്രാ മെസ്സേജസ് കിട്ടും. അതല്ലാണ്ട് നിങ്ങൾക്ക് അവിടെയും എന്നെ മെസ്സേജ് ചെയ്യാം. നിങ്ങൾക്കൊരു പേഴ്സണൽ റീഡിംഗ് ബുക്ക് ചെയ്യണം വെച്ചാൽ അപ്പോൾ അവിടെയും എന്നെ ഫോളോ ചെയ്യുക. എൻ്റെ ചാനലിൻ്റെ മെമ്പർഷിപ്പ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് എൻ്റെ ചാനലിൻ്റെ മെമ്പർ ആവാം. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും വെയിറ്റ് ചെയ്യേണ്ടി വരില്ല. വീഡിയോസ് അപ്ലോഡ് ചെയ്യണ ഉടനെ നിങ്ങൾക്ക് ആക്സസ് കിട്ടും. മെമ്പേഴ്സിനാണ് ആദ്യം ആക്സസ് കിട്ടുക. അപ്പോൾ എൻ്റെ ചാനലിൽ മെമ്പർ ആവുക. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. എന്താണ് നിങ്ങളുടെ റീഡിങ്ങിൽ വരുന്ന മെസ്സേജസ്, നിങ്ങളുടെ പേഴ്സണിൻ്റെ ഫീലിങ്സ്, നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൻ്റെ ഔട്ട്കം, അതെല്ലാം നമ്മൾ ഈ റീഡിങ്ങിൽ ഇന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഇപ്പോൾ നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. അപ്പോൾ സാജിറ്റേറിയസ്, നിങ്ങളുടെ എന്താണ് മെസ്സേജസ് നമ്മൾക്ക് നോക്കാം. നിങ്ങളുടെ ഓവറോൾ എനർജി ഈ സമയത്ത്, നിങ്ങളുടെ ഓവറോൾ എനർജി ടെമ്പറൻസ്, അത് നിങ്ങളുടെ തന്നെ എനർജിയാണ്, സാജിറ്റേറിയസ് എനർജി. നിങ്ങളുടെ പേഴ്സൻ്റെ ഓവറോൾ എനർജി സ്റ്റാർ. നിങ്ങൾ രണ്ടാളുടെയും ഇപ്പോഴത്തെ മ്യൂച്വൽ സിറ്റുവേഷൻ ജഡ്ജ്മെൻറ്റ്. നിങ്ങളുടെ കറണ്ട് ഫീലിങ്സ് ഈ പേഴ്സണിന് വേണ്ടിയിട്ട് 7 ഓഫ് പെൻറ്റക്കിൾസ്. ഈ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് മൂൺ. നിങ്ങളുടെ ഇൻറ്റൻഷൻ ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് പേജ് ഓഫ് പെൻറ്റക്കിൾസ്. ഈ പേഴ്സൻ്റെ ഇൻറ്റൻഷൻ 10 ഓഫ് സോഡ്സ്. ഇവിടെ ഫ്യൂച്ചർ ആക്ഷൻ, നിങ്ങളുടെ ഭാഗത്തുനിന്ന് നിങ്ങൾ ഫ്യൂച്ചർ ആക്ഷൻ എന്താണ്? 3 ഓഫ് പെൻറ്റക്കിൾസ്. ഈ പേഴ്സൻ്റെ ഫ്യൂച്ചർ ആക്ഷൻ എന്താ ഉണ്ടാവുക? 10 ഓഫ് പെൻറ്റക്കിൾസ്. ആൻഡ് ഇവിടെ ഔട്ട്കം. അപ്പോൾ സാജിറ്റേറിയസ് ടെമ്പറൻസ് ആണ് നിങ്ങളുടെ ഓവറോൾ എനർജി. ഇത് ബാലൻസ്ഡ് എനർജിയാണ്. നിങ്ങൾ ഒരു സിറ്റുവേഷന് നിങ്ങളുടെ എനർജി വിഡ്രോ ചെയ്യണു എന്നുവെച്ചാൽ ഈ സിറ്റുവേഷനിൽ ഒരു ഇംബാലൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾ ഹീലിങ്ങിലാണ് ഫോക്കസ് ചെയ്യണത്. നിങ്ങൾ രണ്ടാളുടെയും തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങളുടെ എനർജി വിഡ്രോ ചെയ്തിട്ട് ഹീൽ ചെയ്യാനാണ് നോക്കണത്. അപ്പോൾ ടെമ്പറൻസ് ഇവിടെ എന്താണ്? ടെമ്പറൻസ് ഇവിടെ 3 ഓഫ് കപ്സ്, കിങ് ഓഫ് പെൻറ്റക്കിൾസ്. അപ്പോൾ ഇവിടെ ഒരു തേർഡ് പാർട്ടി ഞാൻ കാണുന്നുണ്ട്. തേർഡ് പാർട്ടി അല്ലച്ചാൽ ഈ പേഴ്സൻ്റെ എനർജി ആയിരിക്കാം. കിങ് ഓഫ് പെൻറ്റക്കിൾസ്. 5 ഓഫ് വോൺസ് അല്ല, ഇതൊരു തേർഡ് പാർട്ടി തന്നെയാണ്. എന്നുവെച്ചാൽ ഇവിടെ തേർഡ് പാർട്ടി ഇൻ്റർഫിയറൻസ് കാണുന്നുണ്ട്, കോമ്പറ്റീഷൻ ഉണ്ട്. അപ്പോൾ ഈ സിറ്റുവേഷനിൽ എന്തോ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. നിങ്ങൾ രണ്ടാളുടെയും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നിങ്ങളുടെ എനർജി ഇപ്പോൾ വിഡ്രോ ചെയ്തിട്ട് തൽക്കാലം നിങ്ങൾ ഒരു അത്ര കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവില്ല. ഇപ്പോൾ നിങ്ങൾ ഈ പേഴ്സൻ്റെ മുകളിലല്ല ഫോക്കസ് ചെയ്യണത്. നിങ്ങളുടെ ഫോക്കസ് ഹീൽ ചെയ്യാനാണ് നിങ്ങൾ നോക്കുന്നത്. ഈ പേഴ്സൻ്റെ ഓവറോൾ എനർജി സ്റ്റാർ. അപ്പോൾ ഇത് അക്വേറിയസ് എനർജിയാണ്. ഈ പേഴ്സണും ഹീലിംഗ് തന്നെയാണ് ഫോക്കസ് ചെയ്യണത്. അപ്പോൾ രണ്ട് സൈഡിനും ഒരുമാതിരി സെയിം എനർജിയാണ്. നൈറ്റ് ഓഫ് കപ്സ്, ഇവിടെ ഒരു റൊമാൻറ്റിക് മെസ്സേജ് വരാൻ പോകുന്നുണ്ട് നിങ്ങൾക്ക്. ഈ പേഴ്സണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറേ ലവ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ പേഴ്സൺ നിങ്ങളുടെ രണ്ടാളുടെയും ഇടയ്ക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ല വെച്ചാൽ ഈ പേഴ്സൺ ഡെഫിനറ്റ്ലി നിങ്ങളെ മെസ്സേജ് ചെയ്യും ഈ മാസം. ജഡ്ജ്മെൻ്റ് ആണ് ഇവിടെ നിങ്ങളുടെ രണ്ടാളുടെയും മ്യൂച്വൽ സിറ്റുവേഷൻ. അപ്പോൾ ഇവിടെ ഒരു റെന്യൂവൽ ഞാൻ കാണുന്നുണ്ട്. ഒരു എൻഡിങ് കഴിഞ്ഞിട്ട് ഒരു പുതിയ ബിഗിനിങ്. ടവർ. അപ്പോൾ ഡെഫിനറ്റ്ലി ഇവിടെ ഒരു വലിയ ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട്, ഒരു ബ്രേക്കപ്പ് ഉണ്ടായിട്ടുണ്ട്, കുറച്ചൊരു സെപ്പറേഷൻ്റെ എനർജിയും ഇവിടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് ഒരു സെപ്പറേഷൻ ഉണ്ടായിട്ടുണ്ട്. ആൻഡ് അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നിങ്ങൾ രണ്ടാളും
തിരിച്ച് റീകണക്ട് ചെയ്യണു. അപ്പോൾ ഇത് റീകൺസിലിയേഷൻ്റെ മെസ്സേജ് ആയിരിക്കാം. നിങ്ങളുടെ ഫീലിങ്സ് ഈ പേഴ്സണിന് വേണ്ടിയിട്ട് 7 of Pentacles ആണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഈ പേഴ്സണിന് വേണ്ടിയിട്ട് കുറേ വെയിറ്റ് ചെയ്തിരുന്നു. നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് ഇഷ്യൂ ഉണ്ടായപ്പോൾ നിങ്ങൾ ഈ പേഴ്സണിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തു. ഇവരെന്തെങ്കിലും പറയുമെന്ന് ഹോപ്പ് ചെയ്തു, മെസ്സേജ് ചെയ്യുമെന്ന് ഹോപ്പ് ചെയ്തു. എന്നുവെച്ചാൽ ഇവിടെ നിങ്ങളെന്തോ ഒരു കാര്യം നിങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്തു, എന്തോ ഒരു റെവലേഷൻ ഉണ്ടായി. അതിൻ്റെ കാരണം നിങ്ങൾക്ക് ക്ലാരിറ്റി വേണം എന്നുണ്ടായിരുന്നു ഈ പേഴ്സൻ്റെ അടുത്തുനിന്ന്. പക്ഷേ ഈ പേഴ്സൺ കുറച്ച് സമയമെടുത്തു നിങ്ങളുടെ കൂടെ റീകണക്ട് ചെയ്യാൻ. ഇവിടെ 3 അവരുടെ ഫീലിങ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ കുറേ സീക്രറ്റ്സ് ആണ് ഞാൻ കാണുന്നത് ഈ പേഴ്സൻ്റെ ഭാഗത്തുനിന്ന്. ഇവർ കുറേ കാര്യങ്ങൾ നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്തിട്ടില്ല മുമ്പേ. പക്ഷേ ഇപ്പോൾ അവർ ഓപ്പണായി സംസാരിക്കാൻ റെഡിയാണ്. ഇപ്പോൾ അവരൊരു പുതിയ ബിഗിനിങ്ങിന് വേണ്ടിയിട്ട് റെഡിയാണ്. കുറേ സ്ട്രെസ് ഉണ്ട് ഇവരുടെ മനസ്സിൽ. എന്നുവെച്ചാൽ അവർക്ക് അറിയില്ല നിങ്ങളെങ്ങനെ റിയാക്ട് ചെയ്യാന്ന്. പക്ഷേ ഡെഫിനറ്റ്ലി അവർ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കും. പേജ് ഓഫ് പെൻറ്റിക്കിൾസ് ആണ് ഇൻറ്റൻഷൻ. നിങ്ങൾക്ക് ഇവിടെ ഒരു പുതിയ ബിഗിനിങ് വേണമെന്നുണ്ട് ഈ പേഴ്സൻ്റെ കൂടെ. ഒരു ഫ്രണ്ട്ഷിപ്പ് ലെവലിൽ തുടങ്ങിയാൽ മതി എന്നാണ് നിങ്ങളുടെ മനസ്സിലുള്ള തോട്ട്സ്. എന്നുവെച്ചാൽ ഇപ്പോൾ ഈ പേഴ്സണെ ആദ്യം ട്രസ്റ്റ് ചെയ്യാൻ കുറച്ച് സമയം എടുക്കുന്നുണ്ടാവും. 5 of Swords, ഇവിടെ കുറേ നെഗറ്റിവിറ്റി ഉണ്ടായിരുന്നു നിങ്ങൾ രണ്ടാളുടെയും തമ്മിൽ. അതുകൊണ്ടാണ് ഇവിടെ ഒരു സെപ്പറേഷൻ മാതിരി ഒരു എനർജി ഞാൻ കാണുന്നത്. നിങ്ങൾ കുറേ പ്രാക്ടിക്കലായി ഈ സിറ്റുവേഷന് നിങ്ങളുടെ എനർജി ഞാൻ പറഞ്ഞ മാതിരി വിഡ്രോ ചെയ്തു. എന്നുവെച്ചാൽ ഇവിടെ കുറേ നെഗറ്റിവിറ്റി ഉണ്ടായിരുന്നു. ഈ പേഴ്സണും അവരുടെ ഇൻറ്റൻഷൻ എല്ലാം ശരിയാക്കാനാണ് അവർ നോക്കുന്നത് ഈ റിലേഷൻഷിപ്പിൽ. എന്നുവെച്ചാൽ അവർ ഈ സിറ്റുവേഷനിൽ ഒരു ബ്രേക്കപ്പ് ഉണ്ടായിട്ട് കംപ്ലീറ്റ്ലി അവർ സറണ്ടർ ചെയ്തിരിക്കണു. അവർക്ക് ചില കാര്യങ്ങൾ മനസ്സിലായിരിക്കണു. ആൻഡ് ഇപ്പോൾ അവർക്ക് ഒരു പുതിയ ബിഗിനിങ് വേണമെന്നുണ്ട്. അവരുടെ ഭാഗത്തിന് എന്തെങ്കിലും അവർ ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ അതിൻ്റെയും അവർക്ക് ആ ഗിൽട്ട് ഉണ്ട്. ഓക്കെ, അപ്പോൾ എവറിത്തിങ് ഇസ് ഫൈൻ സൺ. അവർ കുറേ ക്ലാരിറ്റിയാണ് കൊണ്ടുവരണേ ഇപ്പോൾ ഈ കോൺവെർസേഷനിൽ. ഈ കോൺവെർസേഷൻ ഉണ്ടാവുമ്പോൾ നിങ്ങൾ രണ്ടാളുടെയും തമ്മിൽ ഈ കോൺവെർസേഷൻ ഉണ്ടാവുമ്പോൾ ഈ പേഴ്സൺ കുറേ ക്ലിയർ ആയിട്ടാണ് നിങ്ങളുടെ അടുത്ത് വരണേ. പക്ഷേ 7 of Cups ഉണ്ട്. ഇപ്പോഴും ഒരു കുറച്ച് കൺഫ്യൂഷൻ കാണാണ്ട്. ആ കൺഫ്യൂഷൻ പക്ഷേ കുറേ നേരം വരെ ഉണ്ടാവില്ല. ഓക്കെ, അവർ ഡെഫിനറ്റ്ലി കുറച്ചുകൂടിയും ക്ലാരിറ്റി പറഞ്ഞാൽ കുറേ കാര്യങ്ങൾ അവർ തുറന്ന് സംസാരിക്കാൻ പോകുന്നുണ്ട്. മുമ്പത്തെ മാതിരി അല്ല. നിങ്ങളുടെ ആക്ഷനാണ് 3 of Pentacles. അവരുടെ ആക്ഷനാണ് 10 of Pentacles. അപ്പം ഞാൻ പറഞ്ഞ മാതിരി നിങ്ങൾ കുറച്ചുകൂടിയും ഒരു ഹെസിറ്റൻ്റ് ആണ്. എന്നുവെച്ചാൽ നിങ്ങൾക്ക് ഉടനെ ഈ പേഴ്സണെ ട്രസ്റ്റ് ചെയ്യണം എന്നില്ല. അപ്പോൾ നിങ്ങൾ റെഡിയാണ് ഈ പേഴ്സണിൻ്റെ ഭാഗം കേൾക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ്റെ വോയിസാണ് കേൾക്കാൻ പോണത്. എന്നുവെച്ചാൽ ഈ പേഴ്സൺ എന്താ പറയണതെന്ന് അതനുസരിച്ചിട്ടാണ് നിങ്ങൾ ഒരു ഡിസിഷൻ എടുക്കുക. അതുമാത്രമല്ല, നിങ്ങൾക്ക് തോന്നുന്നത് ഈ റിലേഷൻഷിപ്പിൽ കുറച്ചുകൂടിയും എഫേർട്ടും സമയം വേണം. ഇത്രയും വേഗം നിങ്ങൾക്ക് കമ്മിറ്റ് ചെയ്യണം എന്നുണ്ടാവില്ല. ഈ പേഴ്സൺ പക്ഷേ കുറേ സീരിയസ് ആണ് നിങ്ങളെക്കുറിച്ച്. അവർക്ക് ഫാമിലി വേണം, ഫ്യൂച്ചർ വേണം, അങ്ങനെയൊക്കെയാണ് അവരുടെ മനസ്സിൽ തോട്ട്സ് ഉള്ളത്. അപ്പോൾ എന്താണ് ഇവിടെ 10 of Pentacles? ഞാൻ പറഞ്ഞ മാതിരി അവർ ഫോർവേഡ് തിങ്കിങ് ടൈപ്പ് ഓഫ് പേഴ്സൺ ആണ്. അവർ കുറേ സ്റ്റെപ്സ് മുമ്പോട്ട് പോയിരിക്കണു. അവർക്ക് ഇവിടെ മാരേജ് വേണം, ഫാമിലി വേണം, അതൊക്കെയാണ് അവരുടെ മനസ്സിലുള്ളത്. അപ്പോൾ അവർ അങ്ങനത്തെ ഒരു മനസ്സിൽ അങ്ങനത്തെ ഒരു പ്ലാൻ വെച്ചിട്ടാണ് വരണേ. ഓക്കെ, അപ്പോൾ ഇവിടെ ഔട്ട്കം Ace of Cups. ഇവിടെ ഒരു പുതിയ ബിഗിനിങ് ഉണ്ട് ലവിൽ. ഓക്കെ, ഇത് റീകൺസിലിയേഷൻ ഞാൻ പറഞ്ഞ മാതിരി. ഇവിടെ ഒരു ബ്രേക്കപ്പ് കഴിഞ്ഞിട്ട് ഒരു റീകൺസിലിയേഷനാണ് ഇത്. ഇവിടെ ആക്ഷൻ എടുക്കാൻ പോകണ്ട, ആരോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പോകണ്ട ഇവിടെ ഒരു പേഴ്സൺ. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ കാണുന്നത് സൈൻസ് അക്വേറിയസ്, ക്യാൻസർ ഉണ്ട്, അക്വേറിയസ്, ലീബ്ര, ജെമിനായി, ലിയോ. ഓക്കെ, ഇതൊക്കെയാണ് സൈൻസ് ഞാൻ കാണുന്നത്. അപ്പോൾ എന്താണ് നിങ്ങളുടെ മനസ്സിൽ തോട്ട്സ് ഉള്ളത്, അവരുടെ മനസ്സിലുള്ള കാര്യങ്ങൾ, തോട്ട്സ്. സോ മെനി തിങ്സ് റിമൈൻഡ് മീ ഓഫ് യു. അപ്പോൾ ഈ പേഴ്സൺ ഡെഫിനറ്റ്ലി നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. ഐ ലെഫ്റ്റ് യു ബിഫോർ യു കുഡ് ലീവ് മീ. ഐ റിമെമ്പർ എവറി ഡീറ്റെയിൽ ഓഫ് ദാറ്റ് ഡേ. I wish I could share my good news with you.
അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് മെസ്സേജസ്. ഐ ഹോപ്പ് ഇത് നിങ്ങൾക്ക് റെസൊനേറ്റ് ചെയ്തിട്ട് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് വേണം വെച്ചാൽ കോൺടാക്റ്റ് ചെയ്യുക. എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിംഗ് കൊണ്ടുവന്നാൽ. അതുവരെ ടേക്ക് കെയർ, ഓൾ ദ ബെസ്റ്റ്.